ബൈജു വീണ്ടും ചേരുന്നുണ്ട്. ബൈജു, ഈ ക്യാബിനിൽ കൂടുതൽ പരിശോധന നടത്തുന്നു, കൂടുതൽ എന്തെങ്കിലുമൊക്കെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ? അഭിലാഷെ, ഇപ്പോൾ ആ ക്യാബിനകത്ത് നിന്നും അർജുന്റെ ഒരു കൈയുടെ ഒരു ഭാഗം, അതായത് അതിന്റെ ഇത് മാത്രമാണുള്ളത്, സ്കെൽട്ടൻ മാത്രമാണുള്ളത്. അത് ഇപ്പോൾ ലഭിച്ചു. അത് പുറത്തേക്ക് കൊണ്ടുവന്നു. ഇതിന് നേതൃത്വം നൽകുന്ന അദ്ദേഹം പറയുന്നത് അവിടെ കൂടുതൽ ഭാഗങ്ങൾ ഉണ്ടെന്നാണ്. അത് എടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. പക്ഷെ ആ ലോറിയുടെ മുകൾ ഭാഗം മാറ്റേണ്ടതുണ്ട്. ഒരു കൈയുടെ അസ്ഥിയാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. പൂർണ്ണമായും തൊലി പോയ രീതിയിൽ പൂർണ്ണമായുമുള്ള ഒരു അസ്ഥി, അത് കൈയുടേതാണെന്നാണ് അവർ പ്രാഥമികമായി പറയുന്നത്. അതൊക്കെ ഇനി ഫോറൻസിക് പരിശോധന അല്ലെങ്കിൽ അത്തരത്തിൽ പരിശോധന വിദഗ്ധർ നടത്തേണ്ടി വരും. ഏതായാലും ഇപ്പോൾ ആ തൊഴിലാളികൾ അവരുടെ ഈ ഇത്തരത്തിൽ ഈ ക്രെയിൻ ഉപയോഗിക്കുന്ന സംഘങ്ങളാണ്. അവർ അതിനകത്ത് വീണ്ടും ഇത്തരത്തിൽ അസ്ഥി കണ്ടിട്ടുണ്ട്. അതെടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ആ ക്യാബിൻ പൂർണ്ണമായും മുകളിലേക്ക് ഇപ്പോൾ ഉയർത്തും. എന്തായാലും ഒരു അസ്ഥി കിട്ടി. അതിന്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. ഏതായാലും ഇപ്പോൾ മറ്റ് ഭാഗങ്ങൾ കൂടി അതിനകത്തുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ 80% ഇപ്പോൾ നമ്മുടെ അർജുനെ ശരീരഭാഗങ്ങൾ കിട്ടിയതെങ്കിൽ ഇപ്പോൾ അത് പൂർണ്ണ തോതിലുള്ള എല്ലാ ആ ശരീരഭാഗങ്ങളും ലഭിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തുന്നു. എന്തായാലും ആ അർജുന്റെ പ്രിയപ്പെട്ട ലോറി അവസാന നാളുകളിലും അർജുനെ ചേർത്ത് പിടിച്ചിരിക്കുന്നു എന്ന് ഒരിക്കൽ കൂടി പറയേണ്ടി വരും. ഏതായാലും ഇപ്പോൾ ഈ ലോറി പൂർണ്ണമായും ഗംഗാവലി പുഴയുടെ കരയിലേക്ക്, ഈ ലോറിയുടെ ഇപ്പോൾ ഈ ദൃശ്യം നോക്കിയാൽ അതിന് നേർ എതിർവശം ആ മണ്ണിടിച്ചിലുണ്ടായ മലയുടെ എങ്ങനെയാണോ അർജുൻ വിശ്രമിക്കുമ്പോൾ ആ ലോറി എവിടെയാണോ പാർക്ക് ചെയ്തിട്ടുള്ളത്, ഉപഗ്രഹ ചിത്രങ്ങളിലൂടെയൊക്കെ നേരത്തെ അധികൃതർക്ക് മനസ്സിലായത്, അതേ സ്ഥലത്ത് അതിന് തൊട്ട് ആ റോഡിന് ഇപ്പുറത്ത് എന്ന് മാത്രം അതിന് എതിർവശമായ സ്ഥലത്താണ് ആ ലോറി ഇത്തരത്തിൽ വിശ്രമിക്കുന്നുണ്ടായത്. അർജുൻ അവിടേക്ക് കയറ്റി വെച്ചാണിപ്പോൾ, ആ കരയിലേക്ക് പൂർണ്ണമായും കയറ്റി വെച്ചാണിപ്പോൾ അതിന്റെ മുകൾ ഭാഗമൊക്കെ മാറ്റി അതിനകത്ത് കൂടുതൽ ഇത്തരത്തിൽ തെരച്ചിൽ നടത്തുന്നത്. അർജുന്റെ എല്ലാ വസ്തുക്കളും, ഇനി ഒരുപക്ഷെ ബാഗ്, വസ്ത്രമൊക്കെ നമുക്ക് അതിനകത്ത് കാണാം. ദൃശ്യം അത്രത്തോളം അകത്തേക്ക് എടുക്കാൻ സാധിക്കാത്ത രീതിയിൽ അത് കവർ ചെയ്ത് നിൽക്കുകയാണ്. അത്രത്തോളം അത് ആ ബോഡി, അതിന്റെ വശം അതിനെ കവർ ചെയ്തിരിക്കുന്നു എന്നതാണ് അതിൽ ഏറ്റവും അത്ഭുതം എന്ന് പറയാം. വലിയ പാറക്കൂട്ടങ്ങളും ചെളിയും മണ്ണും മരങ്ങളും ഒക്കെ അടിച്ചപ്പോഴും, അതിലെ മുഴുവൻ മരങ്ങളും അതിൽ നിന്നും വിട്ടുപോയപ്പോഴും ആ ക്യാബിൻ പൂർണ്ണമായും അത് ആ സ്റ്റെയറിങ്ങിന് ഒരു കവചം, അതായത് അർജുൻ കിടക്കുന്ന ആ ഭാഗം, അവിടുന്നാണ് ഇപ്പോൾ അതിന് തൊട്ടടുത്തായാണ് ഇപ്പോൾ ഈ ഒരു അസ്ഥി ലഭിച്ചത്. ഈ 2 അസ്ഥി കൂടി ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് എടുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇനി അതെടുക്കണമെങ്കിൽ, അതിനകത്ത് കയറണമെങ്കിൽ ആ ക്യാബിൻ മുകളിൽ കാണുന്ന ദൃശ്യങ്ങളിൽ മുകളിൽ കാണുന്ന കുറച്ചും കൂടി അത് സൂം ചെയ്താൽ നമുക്ക് കാണാം. ഇതാണ് അതിന്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ ഉള്ളത്. ആ ഭാഗം പൂർണ്ണമായും മുകളിലേക്ക് ഉയർത്തിയാൽ മാത്രമേ ഇതിന് അകത്ത് ഇനി കയറാൻ പറ്റൂ. കൂടുതൽ അതിനകത്ത് തെരച്ചിൽ നടത്തേണ്ടതുണ്ട്. അതിൽ മറ്റു ഭാഗങ്ങൾ കൂടുതലുണ്ടോ? ഇപ്പോൾ ആ അസ്ഥി ഏതായാലും ലഭിച്ചിരിക്കുന്നു. ഇനി അതിൽ 2 അസ്ഥി കൂടി ഉണ്ട്. അതെടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഒപ്പം അർജുന്റെ ഷർട്ട് കാണാം. ഒരു പക്ഷേ ആ ഷർട്ടൊക്കെ മാറ്റി വെച്ച് ആ വലിയ ഉറക്ക് ക്ഷീണത്തിൽ വിശ്രമിക്കുന്ന സമയം സ്റ്റിയറിങ്ങിന് തൊട്ട് ബാക്കിലായുള്ള ആ ലോറി, ഇത്തരം ലോറികൾക്ക് ഡ്രൈവർമാർക്ക് എടുക്കാനുള്ള സ്ഥലം, അവിടെ സുഖനിദ്രയിൽ ആയ സമയത്ത് ഉണ്ടായ ഒരു അപകടം, ആ 16-ാം തീയതി ഉണ്ടായ അപകടം, ഇപ്പോൾ അർജുന്റെ വാഹനം കാണുന്ന നേരെ എതിർവശത്ത് അവിടെ പാർക്ക് ചെയ്ത് ഇത്തരത്തിൽ വിശ്രമിക്കുമ്പോഴാണ് ആ വലിയ മണ്ണ് മുകളിൽ നിന്നും ഇടിച്ചു വന്ന്, പാറക്കൂട്ടങ്ങളൊക്കെ ഇടിച്ചു വന്ന് ആ ലോറിയെ ഗംഗാവലി പുഴയുടെ ആഴങ്ങളിലേക്ക് എത്തിച്ചത്, അർജുനെയും കൊണ്ട് ആ ആഴങ്ങളിലേക്ക് എത്തിച്ചത്. ഏതായാലും ആ ലോറി പൂർണ്ണമായും ഇപ്പോൾ ഗംഗാവലി പുഴയുടെ തീരത്ത്, അതായത് ദേശീയപാതയ്ക്ക് സമാന്തരമായി ആ റോഡിന് സമീപത്തായി ഇപ്പോൾ ഉണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. വാഹനങ്ങളൊക്കെ ഇതുവഴി കടന്നു പോകുന്നത്. ഇതാണ് ആ സ്ഥലം, അപകടമുണ്ടായ ഞാൻ പറഞ്ഞ ആ സ്ഥലം. ഇതാണ് ഇതിന്റെ പ്രഭവ കേന്ദ്രം എന്ന് വേണമെങ്കിൽ പറയാം. അത്രത്തോളം അവശേഷിപ്പുള്ളത് ഇവിടെയുണ്ട്. ഇപ്പോഴും പാറക്കൂട്ടുകളും ഒക്കെ ഇവിടെ കാണാം. ഇതിന് തൊട്ടുരുമിയാണ് വാഹനങ്ങളൊക്കെ എപ്പോഴും യാത്ര ചെയ്യുന്നത്. ഇതാണ്